രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം LDF ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ സാധ്യതയല്ല. കാരണം പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു 10 വർഷത്തെ പദ്ധതിയാണ് കേരളത്തിലുള്ളത്. ആദ്യം അവർക്ക് അതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അവർ തെലങ്കാന ആന്ധ്രയും പിടിച്ചിട്ടാണ് കേരളം. ആ ആ 10 വർഷത്തെ പരിപാടിൻ്റെ ഭരണത്തിൽ നിപ്പിച്ചുകൊണ്ട് LDF നശിപ്പിക്കുക, പുറത്ത് നിർത്തിക്കൊണ്ട് UDF നശിപ്പിക്കുക. പുറത്ത് നിർത്തി കഴിഞ്ഞാൽ UDF അല്ല, അധികാരത്തിലിരുന്നാൽ UDF നശിപ്പിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് LDF നശിപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അങ്ങനെ പ്ലാനാണ് അവർ നടപ്പിലാക്കുന്നത്. ഇപ്പം പിണറായി വിജയൻ ഗവൺമെന്റിനെ പിടിച്ചുവിട്ട് കഴിഞ്ഞാൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി അതിവിടെയുള്ള ഈ പറയുന്ന BJP വിരുദ്ധ വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം മണ്ടത്തരം BJPക്കാർ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥ എനിക്കറിയുന്ന പരിമിതമായ അറിവ് വെച്ചിട്ട് അതൊരു ഭീഷണിയായിട്ട് അവർ ഉപയോഗിക്കാം. ഇൻഡെപ്തായിട്ട് ഞാൻ അതിൽ പ്രതികരിക്കുന്നില്ല, കാരണം നമുക്കതിൻ്റെ ന്യൂവാൻസസ് അറിയാം. അല്ല, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം വന്ന കണ്ണൂർ ആദ്യത്തെ സംഭവമായിട്ട് ബന്ധപ്പെട്ടില്ല. അതൊരു പരിധിവരെ ശരിയാണ്. അദ്ദേഹം വണ്ടീൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. നമുക്ക് ആ വിഷ്വൽസ് കണ്ടാൽ അറിയാം, വണ്ടിയുടെ അദ്ദേഹം ഇരിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ മുന്നിലത്തെ ചക്രം കടന്നു പോയിട്ട് മുന്നിലത്തെ ഡോറിൻ്റെ ആ ഭാഗം കടന്നു പോയതിനു ശേഷമാണ് അടി തുടങ്ങുന്നത്. അതുവരെ പിടിച്ചു മാറ്റലായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ വിഷ്വൽ ആദ്യം 1-2 ദിവസം അദ്ദേഹം കാണാൻ സാധ്യതയല്ല. അപ്പോൾ പിന്നെ എന്താണ് കാര്യമെന്ന് ചോദിച്ച സമയത്ത് കണ്ണൂരുള്ള ആളുകളല്ല, നമ്മളെ സഹാക്കളല്ലേ. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ പയ്യന്മാർ ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ കണ്ണൂർ സ്വാഭാവികമാണ് നടത്തുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പ്രശ്നം. അത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. അതിന് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചില്ല, അല്ലെങ്കിൽ വിഷ്വൽ ചോദിച്ചപ്പോൾ ഞാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അടിച്ചമർത്തലെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൽ നമ്മൾ കേരളത്തിൽ കണ്ട ജനാധിപത്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? നിങ്ങൾ വലിയ ജനാധിപത്യം പറയുന്ന ആളുകൾ മൊത്തം നിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് എന്താണ് കാണിച്ചിട്ടുള്ളത്? അത്രയേ ഉള്ളൂ അതിൻ്റെ ചോദ്യം. അപ്പോൾ അവരെ ഒന്നും ജനങ്ങൾ ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതൊക്കെ കാണിച്ച ആളുകൾ ജനങ്ങൾ നല്ല വോട്ടും കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന സത്യത്തിൽ അമേരിക്കയിൽ നടക്കുന്നു, അല്ലെങ്കിൽ ലണ്ടനിൽ നടക്കുന്നു. അത്രയും നമ്മളെ ജനാധിപത്യത്തിൽ എത്തിയില്ല. നമ്മളെ ജനാധിപത്യത്തിൽ അടിയും ഇടിയും അതുപോലെ തന്നെ എന്താണ് പറയുക, ഭയപ്പെടുത്തലും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതില്ല എന്ന് പറയുന്ന കാപട്യാണ്. ഞാൻ ആ കാപട്യത്തെ എടുക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത് ഇന്നലെ നടന്നൊരു കാര്യമാണ്. പിന്നെ ഈ എതിർക്കുന്ന കുറ്റം പറയുന്ന ആളുകളാരാ? ഈ LDF വോട്ട് ചെയ്യാത്ത ആളുകൾ, പിണറായി വിജയന് ഇഷ്ടമില്ലാത്ത ആളുകൾ. അവർ ഇന്നലെ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ വാക്കുകളിൽ പിണറായി വിജയന് വോട്ട് ചെയ്യുന്ന 10% ആളുകളെ സ്വാധീനിക്കാൻ പറ്റിയ പ്രശ്നമാണ്. അതിന് നമുക്കറിയില്ല, ഒരു ഇലക്ഷൻ നടന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ കണ്ട CPM അത്യന്തം CPM ഒന്ന് മൈൽഡ് ആയതാ. അപ്പോൾ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ആകെ വെറുതെ പറയുന്ന അത് ഇതിന് വലിയ പൈസ ചിലവായില്ലല്ലോ. ഇത് അധികം നാട്ടുകാരെ ഇന്ന് പിടിച്ചെടുത്താൽ ആരും സ്പോൺസർ. ഇപ്പം കോഴിക്കോട് ഞാൻ പോയ സമയത്ത് പുതിയ സ്റ്റാൻഡിന്റെ മുന്നിൽ വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് ഈ അഡ്വർടൈസ്മെന്റ് കമ്പനികളുടെ അസോസിയേഷൻ വെച്ചത്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വലിയ ചിലവൊന്നും ഇതിന് വന്നിട്ടില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ചിലവിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കില്ല. ഇവർ ദൂത്ത് നടത്തുകയാണ് എന്നുള്ള UDFന്റെയും മാധ്യമങ്ങളുടെയും ഒരു പ്രചാരണത്തിന് അത് ഫലം നൽകില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ ഇപ്പൊ നടത്തേണ്ടിയിരുന്നോ എന്ന് ചോദ്യം സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.